ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കങ്കുവിക്ക് ശേഷം ഇന്ത്യയിലെ അടുത്ത വമ്പൻ പാൻ ഇന്ത്യൻ സൗത്ത് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണല്ലോ അല്ലു അർജുൻ നായകനെത്തുന്ന പുഷ്പയുടെ രണ്ടാം ഭാഗമായ പുഷ്പ ദി റൂൾ. സുകുമാറിന്റെ സംവിധാനത്തിൽ അല്ലു അർജുൻ, രശ്മിക, ഫഹദ് ഫാസിൽ തുടങ്ങിയവരെല്ലാം തന്നെ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ കാത്തിരുന്ന ട്രെയിലർ ഇന്ന് നവംബർ 17 റിലീസ് ചെയ്യുകയാണ്. മലയാളം ഉൾപ്പെടെയുള്ള പാനിന്ത്യൻ ഭാഷകളിൽ മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ പാനിന്ത്യൻ ഭാഷകളിൽ തന്നെയാണ് ഇന്ന് വൈകിട്ട് 6:03 റിലീസ് ചെയ്യുന്നത്. ഒരു വമ്പൻ ട്രെയിലർ, മാസ് ട്രെയിലർ തന്നെയാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ആദ്യ ഭാഗം വലിയ വിജയമായി മാറിയ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ഇന്ന് ആദ്യമായിട്ട് നടക്കുന്നത്. പുഷ്പ 2 ട്രെയിലർ ലോഞ്ച് പട്നയിലാണ് നടക്കുന്നതെങ്കിൽ പോലും ഇങ്ങ് കേരളത്തിലടക്കം വിവിധയിടങ്ങളിൽ സിനിമയ്ക്ക് ലൈവ് ട്രെയിലർ സ്ക്രീനിംഗ് എല്ലാം തന്നെ ഉണ്ട് എന്ന് അറിയാനായിട്ട് കഴിയുന്നു. നമ്മുടെ കേരളത്തിൽ 10-ലധികം ലൊക്കേഷനുകളിൽ സിനിമയ്ക്ക് സ്ക്രീനിംഗ് ഉണ്ട് എന്ന് കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാൻ പുഷ്പയുടെ ട്രെയിലർ കാണുവാനായിട്ട്. ഡിസംബർ 5 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അങ്ങനെ തെലുഗു സിനിമ ലക്കി ഭാസ്കർ ദുൽഖർ നായകനെത്തിയ സിനിമ ക്രൈം ത്രില്ലർ ഫാമിലി ഡ്രാമ സിനിമ 100 കോടി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് ഇന്ന് ഞായറാഴ്ച കളക്ഷനോടെ എത്തുകയാണ്. നേരത്തെ സിനിമയുടെ ഒഫീഷ്യൽ 100 കോടി കളക്ഷൻ പോസ്റ്റർ വന്നെങ്കിലും യഥാർത്ഥത്തിൽ ഇന്നത്തെ ഞായറാഴ്ച വേൾഡ് വൈഡ് കളക്ഷനോടെ ആയിരിക്കും ലക്കി ഭാസ്കറിന്റെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ 100 കോടി കടക്കുക എന്നാണ് നമ്മുടെ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. 98 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ഇന്നലെ ശനിയാഴ്ച വരെയുള്ള കണക്കുകൾ പ്രകാരം സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഞായറാഴ്ച കളക്ഷനോടെ ദുൽഖറിന്റെ കരിയറിലെ ആദ്യ 100 കോടി സിനിമയായിട്ട് ലക്കി ഭാസ്കർ മാറുകയാണ്. ഒരുപക്ഷെ 2021 കുറിപ്പ് എന്ന സിനിമയിലൂടെ ദുൽഖർ നേടിയെടുക്കുമെന്ന് പലരും കരുതിയൊരു നേട്ടമായിരുന്നു 100 കോടി കളക്ഷൻ. പിന്നീട് സീതാരാമം എന്ന സിനിമ 2 കോടി വ്യത്യാസത്തിൽ 100 കോടി കളക്ഷൻ 2022 വർഷം നഷ്ടമാക്കിയിരുന്നു. ഇപ്പോഴത്തെ 2 വർഷങ്ങൾക്ക് ഇപ്പുറം ഈ 2024 ദുൽഖർ തന്റെ കരിയറിലെ ആദ്യ 100 കോടി സിനിമ, അതും ഒരു തെലുഗു സിനിമയിലൂടെ കാണുന്നത്. ചിത്രം മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ ലക്കി ഭാസ്കർ ദുൽഖറിന്റെ കരിയറിലെ ആദ്യ 100 കോടി സിനിമയാണ്. കാത്തിരിക്കൂ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.